അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതിനൊന്നും പോകണ്ട എന്ന്. ആര് കേൾക്കാനാ? എന്നിട്ടിപ്പോൾ എന്തു പറ്റി? മധുരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേല. ഇറക്കാനും തുപ്പാനും മേലാത്ത എന്താ വർക്കീച്ചന്റെ വായില്? അല്ല, കോഴി അടയിരിക്കുന്നത് പോലെ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നവർ ഈ ലോകത്ത് നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? ലോകത്ത് നടക്കുന്നതെല്ലാം സന്യാസിമാരായ നമ്മൾ അറിയണോ വർക്കീച്ച? ദേ 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 ഈ പുണ്യം പറിച്ചിട്ട് നിർത്തിക്കേ. ഇപ്പോൾ എന്തുണ്ടായി വർക്കീച്ച? റോമാസഭയിലേക്ക് പോയതുകൊണ്ട് നേരിടേണ്ടി വരുന്ന ഈ നിന്ദയും പരിഹാസവും പകയും വിരോധവും ഒക്കെ താങ്ങാവുന്നതിലും അപ്പുറമാണ്. മനസ്സിന്റെ ധൈര്യവും വിശ്വാസവും പോലും ചോർന്നു പോകുന്നത് പോലെ. പരീക്ഷണങ്ങളും സംഘർഷങ്ങളും ഒറ്റപ്പെടുത്തലുമെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടല്ലേ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഈ യാത്രയിലെ മരുഭൂമിയും മണൽക്കാടും മണൽക്കാറ്റുമൊക്കെ നമ്മെ തളർത്തി കളഞ്ഞാലോ? എന്നാൽ തടസ്സങ്ങൾ നേരിടുമ്പോഴാണ് ലക്ഷ്യത്തിന് മഹത്വം വർദ്ധിക്കുന്നത്. സത്യം കണ്ടെത്തി അതിനെ സ്വീകരിച്ചപ്പോൾ അവഹേളിക്കുകയും സത്യത്തിന്റെ മുഖം വികൃതമാക്കുകയുമല്ലേ അവർ ചെയ്യുന്നത്. സത്യത്തിന്റെ മുഖം വികൃതമാക്കുന്നവർ സ്വയം വികൃതമാകുകയാണെന്നുള്ള സത്യം അവർ മനസ്സിലാക്കും. വാശിയും വൈരാഗ്യം കൊണ്ട് മാത്രം പുനരൈക്യത്തിനെ മുളയിൽ തന്നെ നശിപ്പിക്കാനല്ലേ അവർ ശ്രമിക്കുന്നത്. ദൈവത്തിന്റെ സഭയെ ആർക്കും നശിപ്പിക്കാനാവില്ല വർക്കീച്ച. വറചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് വീണ പോലെയാ നാം ഇന്ന്. ശരിയാണ്. കലഹത്തിനും വിദ്വേഷത്തിനും പുറംതിരിഞ്ഞ് നടന്ന നമ്മൾ ഇന്ന് എതിർപ്പും അക്രമവുമാണ് നേരിടുന്നത്. ജനിച്ചു വളർന്ന് ഇന്നലെ വരെ ജീവിച്ച സഭയിൽ നിന്നും ഒരാദർശത്തിന്റെ പേരിൽ ഇറങ്ങി തിരിച്ചപ്പോൾ സമുദായം മാത്രമല്ല ഉറ്റവരും ഉടയവരും വരെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നു. ഫറവോന്റെ തടവറ വിട്ടിറങ്ങിയ ഇസ്രായേൽ ജനത നടന്നെടുത്തത് സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും കനാൻ നാട്ടിലേക്കല്ലേ? ഓ പിന്നെ, പറയാൻ എത്ര എളുപ്പം, കേൾക്കാൻ എത്ര സുന്ദരം. ദിവന്യാസ്യൂസ് വലിയ തിരുമേനി പുറപ്പെടുവിച്ച പള്ളിക്കൽപ്പനയിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അച്ഛൻ അറിയാമോ? കത്തോലിക്കാ സഭയിലേക്ക് പോയവരെയും പോകുന്നവരെയും ശപിച്ചും പരിഹസിച്ചും കൊണ്ടുള്ള ഈ കൽപ്പന ഒരാശയക്കുഴപ്പം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ശാപവും പരിഹാസവും മാത്രമല്ല, റോമാസഭയിലേക്ക് പോകുന്നവരെയും പോയവരെയും ഏത് വിധേനയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ആ കൽപ്പന. പക്ഷേ ഈ ആഹ്വാനം ഒരുതരം ഭീഷണിയും പീഡനവുമായി മാറിയിരിക്കുകയാണ്. അതെ, ഈ ഞാനും അത് അനുഭവിച്ചറിഞ്ഞവനല്ലേ. കഴിഞ്ഞ ദിവസം ഞാനും സാധു ആന്റണിയും പാറയിൽ മാത്തച്ഛനും കൂടി പരുമല കവലയിൽ കൂടി പോകുമ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? നമ്മുടെ റോമാക്കാരല്ലയോ? നമ്മുടെ റീത്തുകാരൻ അമ്പം പോരിത്ത് വരുന്നേ, അമ്പം പോരിത്ത് വരുന്നേ, അയ്യോ റോമാക്കാര് വരുന്നേ, അയ്യോ റോമാക്കാര് വരുന്നേ, അത് വരുന്നേ. പെരുവഴിയിലൂടെ ഞങ്ങളെ പാട്ട കൊട്ടി ആഘോഷിച്ച് നടത്തിയത് ഇങ്ങനെയാണ്. ഇപ്പോൾ വിചാരിക്കുന്നു ഇതിനൊന്നും ഇറങ്ങി പോരേണ്ടിയിരുന്നില്ല എന്ന്. പാറ പോലെ ഉറച്ച വിശ്വാസവും അഗ്നി പോലെ ജ്വലിക്കുന്ന തീഷ്ണതയും നീരുറവ പോലെ പരിശുദ്ധമായ സ്നേഹവും കൈമുതലായുള്ളൊരു നായകൻ മോശയെപ്പോലെ നമ്മെ നയിക്കാനുണ്ടെന്ന കാര്യം വർക്കീച്ചൻ മറന്നുപോയോ? എന്നാലും അച്ഛാ, എന്തുണ്ട് കുഞ്ഞേട്ടാ വിശേഷങ്ങളൊക്കെ? വിശേഷമല്ലേ ഉള്ളൂ, ധാരാളം വിശേഷം. പുതിയത് വല്ലതും? പിന്നെ നല്ല ചൂടുള്ള വിശേഷം. കേൾക്കാൻ മനക്കെട്ടി ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. മനക്കെട്ടി മാത്രമല്ല, നല്ല തൊലിക്കട്ടിയുമുണ്ട്. പറഞ്ഞുകൂടെ കാതു കുളിർക്ക കേൾക്കട്ടെ.
എനിക്ക് ഇതൊന്നും കേൾക്കാനുള്ള ശക്തിയില്ലേ. അച്ഛൻ അറിഞ്ഞോ? പുതുമറ്റം കവലയിൽ കഴിഞ്ഞ ദിവസം വലിയൊരു പ്രദക്ഷിണം നടന്നു. വെറും പ്രദക്ഷിണമല്ല, വിലാപഗാനം പാടിക്കൊണ്ടുള്ള വിലാപയാത്ര. അതിന് ആരാ അവിടെ മരിച്ചത്? മരിച്ചത് അവിടെ അല്ല, ഇവിടെ. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശവപ്പെട്ടി പ്രദക്ഷിണം. ഒന്ന് തെളിച്ച് പറ കുഞ്ഞേട്ടാ. എന്റെ പൊന്നച്ചോ, ആ കാഴ്ചയൊന്ന് കാണേണ്ടതായിരുന്നു. മല്ലന്മാരെ പോലുള്ള 4 തടിയന്മാർ ഒരു ശവപ്പെട്ടിയും വഹിച്ചുകൊണ്ട് നടക്കുന്നു. അതും പോരാഞ്ഞിട്ട് അതിന്റെ പിന്നിൽ വിലാപഗാനം പാടിക്കൊണ്ട് കുറെ ആഭാസന്മാർ ഏറ്റവും മുൻപിൽ എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് നെഞ്ചു വിരിച്ച് ഞെളിഞ്ഞ് നടക്കുന്നു. ആ കുന്നേൽ മത്തായി. ആ ശവപ്പെട്ടിമേൽ എഴുതിയിരിക്കുന്നത് ഞാൻ ഒന്നേ നോക്കിയുള്ളൂ: മെത്രാച്ചൻ മാർ യുവാനിയോസ്. നാം എല്ലാം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പൊന്നു തിരുമേനിയുടെ പേര്. അവന്റെയൊക്കെ തലയിൽ ഇടുത്തി വീഴാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി. ദുഷ്ടന്മാരുടെ വായിൽ നിന്നല്ലേ ചാണ്ടിക്കുഞ്ഞെ ശാപവാക്കുകൾ പുറപ്പെടുകയുള്ളൂ. താൻ ആ കൂട്ടത്തിലായോ? പൊന്നു തിരുമേനിയെ നിന്ദിക്കുന്നത് കാണാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടാ. പൊറുക്കണം. നിന്ദയെ ശാപവാക്കുകൾ കൊണ്ടാണോ നേരിടേണ്ടത്? എന്റെ നാമത്തിൽ നിന്ദിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നല്ലേ തിരുവചനം? അടിയനൊന്ന് ചോദിച്ചോട്ടെ, മരിച്ചവന് നീതി നിഷേധിക്കരുത് എന്നല്ലേ തിരുവചനം? എങ്കിൽ പിന്നെ മൈലപ്രായിൽ വെള്ളി വീട്ടിൽ കുഞ്ഞാനേച്ചൻ മരിച്ചപ്പോൾ അയാളുടെ ശവമടക്കാൻ തടസ്സപ്പെടുത്തിയ നമ്മുടെ ശത്രുപക്ഷത്തെ എങ്ങനെയാണ് സഹിക്കുക? അതിനു മറുപടി യേശുതമ്പുരാൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശത്രുഭാഗത്തു നിന്നുള്ള കാറ്റ് വളരെ ശക്തമായി വീശിക്കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങ് അറിയണം. ഉയരങ്ങളിലേക്ക് വളർന്നു നിൽക്കുന്ന മരങ്ങൾ കാറ്റത്ത് ചാഞ്ഞാടുന്നത് ചാണ്ടിക്കുഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ധാരാളം കണ്ടിട്ടുണ്ട്. ശിഖരങ്ങൾ ഉലഞ്ഞാടുമ്പോൾ വൃക്ഷത്തിന്റെ അടിവേരുകൾ കൂടുതൽ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. പക്ഷേ ആ കാറ്റ് ഒരു കൊടുങ്കാറ്റായി മാറി വൃക്ഷം വേരോടെ പിഴുതെറിഞ്ഞാലോ? ഒരിക്കലുമില്ല. ഇസ്രായേൽ ജനത്തെപ്പോലെ സത്യത്തിലും ആത്മാവിലും പരസ്പര സ്നേഹത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിച്ച നമ്മയും ദൈവം തന്റെ അത്ഭുതങ്ങളാൽ നടത്തും. അങ്ങയുടെ ഈ വിശ്വാസവും പ്രതീക്ഷയുമാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ശക്തി പകരുന്നത്. ക്ഷമിക്കണം, മാപ്പാക്കണം. എന്താണിത്? എഴുന്നേൽക്ക്. നിങ്ങൾ ആരാണ്? അല്ല തിരുമേനി, മറി അറിയത്തില്ലയോ? ഇതല്ലയോ ആ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ ശവപ്പെട്ടി പ്രദക്ഷിണത്തിന് നേതൃത്വം കൊടുത്ത ആ കുന്നേൽ മത്തായുടെ 2ാമത്തെ സ്വന്തം ഭാര്യ മറിയ? ഒന്ന് തിരുമേനി ഓർക്കണം, അങ്ങേരൊരു പാവമാ. ആ വടക്കേപ്പള്ളിക്കാർ അതിനെ കൊണ്ട് ചെയ്യിച്ചതാ. ഒരു കുപ്പി കള്ളിന്റെ പുറത്ത് അതിയാൻ ചെയ്തതായത്. ക്ഷമിക്കണം. നിങ്ങൾ എഴുന്നേൽക്ക. ഏതായാലും മറിയ ഇപ്പോൾ നമ്മുടെ പക്ഷത്താ. ഈ സംഭവം കഴിഞ്ഞതിൽ പിന്നെ മറിയ മത്തായെ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഇല്ല, ദൈവശാപമേറ്റി ഒരുത്തിനെയും എന്റെ വീട്ടിൽ കയറ്റില്ല. എവിടെയെങ്കിലും പോയി തൊലയിട്ടെ. പൊന്നു തിരുമേനി പൊറുക്കണം. ശരി, പക്ഷേ മറിയ ഒരു കാര്യം ചെയ്യണം. അങ്ങ് പറയുന്ന എന്തും ഞാൻ ചെയ്യാം. ഇന്ന് തന്നെ മത്തായിയെ വിളിച്ച് വീട്ടിൽ ചേർക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹമായി കഴിയണം. ചെയ്യാമോ? ഓ, ചെയ്തോളാമേ. എന്നാ മറിയ ചെല്ല്. എന്താ ശമ്മാശ, അവിടെ വെണ്ണിക്കുളത്ത് ആശ്രമത്തിൽ എന്തുണ്ട് വിശേഷം? ആശ്രമസ്ഥർ സന്തോഷമായിരിക്കുന്നോ? ഉവ്വ്, പിന്നെ
നമ്മുടെ ആ അമ്മിണിപ്പശു കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തളർന്നു വീണു. അധികം കഴിയും മുമ്പ് ചത്തും പോയി. കഷ്ടം. നല്ലതുപോലെ പാല് തന്നുകൊണ്ടിരുന്ന പശുവായിരുന്നല്ലോ. ശത്രുക്കൾ ആരോ എന്തോ ചെയ്തുവെന്നാ പറച്ചിൽ. എന്ത് ചെയ്തോന്നാ? തൊഴുത്തിന്റെ വടക്കേപ്പുറത്ത് ഒരു തൂശനിലയിൽ കുറെ പൂവും കുങ്കുമവും ചത്ത കോഴിത്തലയും ഒക്കെ കിടക്കുന്നത് ആ കറവക്കാരെ ശങ്കരൻ കണ്ടു. ഏതോ കൂടോത്രമാണെന്നാ അയാൾ പറഞ്ഞത്. ശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മന്ത്രവും കൂടോത്രവും ഒന്നും ഫലിക്കയില്ല ചെമ്മാശ. ആട്ടെ, നമ്മുടെ ബർസ്കീപ്പാച്ചന്റെ നിലപാടെങ്ങനെയാ? കൂടെ കൂടെ മുണ്ടമലയ്ക്ക് പോകാറുണ്ട്. അങ്ങോട്ടാ കൂടുതൽ ചായ്വെന്ന് തോന്നുന്നു. പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ആകപ്പാടെ ആശ്രമസ്ഥരോട് കോപവും പിണക്കവും ഉച്ചത്തിലുള്ള സംസാരവും ഒക്കെയാ. അയാളുടെ സ്വഭാവമാറ്റം ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. പുനരൈക്യത്തിനായി നമ്മുടെ കൂടെ മുണ്ടമല വിട്ട് പുറപ്പെട്ടിട്ട് ഇതുവരെ പുനരയിക്കപ്പെടാതെ അതിനുള്ള ആഗ്രഹം പോലും കാണിക്കാത്ത അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ എല്ലാവർക്കും സംശയമുണ്ട്. അന്ന് വെണ്ണിക്കുളത്തുണ്ടായിരുന്നവർ കത്തോലിക്ക സഭാ കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ രോഗിയായി കിടന്ന അദ്ദേഹത്തിന് അന്ന് സാധിച്ചില്ല. പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഒട്ടും നിർബന്ധിച്ചുമില്ല. കൂട്ടത്തിൽ കൂടാതെ കൂട്ടത്തിന് വിലങ്ങായി മാറുന്നൊരു ലക്ഷണമാ കാണുന്നത്. പാമ്പിന് പാല് കൊടുത്ത് വളർത്തുകയാണോ എന്ന് ഇപ്പോൾ തോന്നിപ്പോകുന്നു. ഇതാ ഗുരുവച്ചൻ തന്നുവിട്ടതാ ഇവിടെ ഏൽപ്പിക്കാൻ. എങ്കിൽ പിന്നെ ഞാൻ പോകട്ടെ. ആ, ഷമ്മാശനകത്ത് നിന്ന് വല്ലതും കഴിച്ചിട്ട് പോകണം. വെണ്ണിക്കുള ആശ്രമത്തിൽ നിന്ന് ജോഷുവാച്ചന്റെ കത്താണ്. ആശ്രമസ്ഥർ അവിടം വിട്ടു പോകണമെന്ന് ആ വീടിന്റെ ഉടമസ്ഥൻ കാഞ്ഞിരത്തിങ്കൽ കുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താ ഇങ്ങനെ ഇപ്പോൾ പറയാൻ കാരണം? അക്രൈസ്തവനായ അയാൾ അന്ന് നമ്മുടെ വിഷമഘട്ടത്തിൽ കയറിക്കിടക്കാൻ ഒരിടം തന്നതാണ്. വേറെ സ്ഥലം തരപ്പെടുന്നതുവരെ അവിടെ താമസിച്ചുകൊള്ളാൻ പറഞ്ഞതുമാണ്. എന്നിട്ടിപ്പോൾ നമ്മുടെ ശത്രുക്കളുടെ പ്രേരണ ഇതിന് പിന്നിൽ കാണും. അതിലേറെ എന്നെ വിഷമിപ്പിക്കുന്നത് മറ്റൊന്നാണ്. നിത്യ ചെലവിനുള്ള വകയില്ലാതെ ആശ്രമസ്ഥർ പട്ടിണിയിലേക്ക് അടുക്കുകയാണ്. നമ്മുടെ മക്കൾ പട്ടിണി കിടക്കേണ്ടി വരുമോ? കരുതുന്ന കർത്താവ് കൂടെയുള്ളപ്പോ നാം എന്തിനു ഭയപ്പെടണം? താൻ ഇന്ന് തന്നെ ജോൺ വക്കീലിനെ കണ്ട് ഇവിടം വരെ ഒന്ന് വരാൻ പറ. കുറെ പണം കൂടി ക്രമപ്പെടുത്തി വെണ്ണിക്കുളത്തെത്തിക്കുവാൻ പറയണം. ആശ്രമത്തിൽ അത്താഴത്തിന് അരിയില്ല തിരുമേനി. പട്ടിണിയിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മക്കളെ. കരുണ ചൊരിഞ്ഞവനാ ദൈവം അരികിലുള്ളതിനാ അരുതേ അയമരുതേ വെറുതേ കയറുതരുതേ അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്
അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇതെന്താണ്? നിങ്ങൾ ആരാണ്? എൻ്റെ പേര് വാറുണ്ണി. കുറെ അകലെ നിന്ന ഈ അരിസാധനങ്ങൾ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ആരാണിത് തന്നയച്ചത്? പേര് വെളിപ്പെടുത്തരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ശരി, എങ്കിൽ വേണ്ട. ഇതൊക്കെ അങ്ങ് അകത്ത് വയ്ക്കട്ടോ. എനിക്കിനി വെണ്ണികുള ആശ്രമത്തിലും പോകണം. അതെന്തിനാ? അവിടെ ആശ്രമത്തിൽ ഏൽപ്പിക്കാൻ 2 ചാക്ക് അരിയും പച്ചക്കറികളും ഏത്തക്കായും പലവ്യഞ്ജനവുമൊക്കെ പുറത്ത് കാളവണ്ടിയിലിരിക്കുന്നു. വാറുണ്ണി, ഒരു കാര്യം ചെയ്യേ. എനിക്ക് കൊണ്ടുവന്ന ഈ സാധനങ്ങൾ വെണ്ണിക്കുളത്ത് പോകുന്ന വഴി അവിടെ വലിയ റോഡിന്റെ വലതുവശത്തുള്ള കന്യകാമഠത്തിൽ ഏൽപ്പിക്കുക. അന്നന്ന് വേണ്ടുന്ന ആഹാരം നൽകി പരിപാലിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അവരും അനുഭവിക്കട്ടെ. തിരുമേനി, തിരുമേനി, എന്താ ചണ്ടിക്കുന്നത്? നമ്മുടെ ബർസ്കി പാച്ചൻ. അദ്ദേഹത്തിന് എന്തു പറ്റി? അദ്ദേഹം 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 വെണ്ണിക്കുളം പള്ളിയിലെ അലമാര കുത്തി തുറന്ന് തിരുവസ്ത്രങ്ങളും പൂജാപാത്രങ്ങളും എടുത്തുകൊണ്ട് മുണ്ടമലയിലേക്ക് ഓടിപ്പോയി. എന്റെ അച്ചോ, എന്തെല്ലാം കിംവദന്തികളായി ഈ നാട്ടിൽ കേൾക്കുന്നത്. എന്താ ചാക്കോച്ചാ പുതിയ കിംവദന്തി? അല്ല, തിരുമേനി അകത്തുണ്ടോ? ഇല്ല, മഠത്തിൽ ക്ലാസ് എടുക്കാൻ പോയിരിക്കുക. എന്താ കാര്യം? മുണ്ടന്മല വിട്ട് കത്തോലിക്ക സഭയിലേക്ക് പോയ ബദനി മെത്രാച്ചൻ വഞ്ചകനും ചതിയനുമാണെന്ന് വലിയ തിരുമേനി പറഞ്ഞെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ മുണ്ടന്മലയിലുള്ളവർ പറയുന്നു നമ്മുടെ ഈ തിരുമേനി കള്ളനാണെന്ന്. കള്ളൻ? അതിനദ്ദേഹം എന്ത് മോഷ്ടിച്ചെന്നാ? മുണ്ടന്മല വിട്ടു പോരുമ്പോൾ അദ്ദേഹം തക്സായും ഉപ്പുമാങ്ങാ ഭരണിയും മോഷ്ടിച്ചെന്ന്. എന്താ തക്സായും ഉപ്പുമാങ്ങ ഭരണിയും മോഷ്ടിച്ചെന്നോ? തക്സ ഉപ്പുമാങ്ങ ഭരണി, തക്സ ഉപ്പുമാങ്ങ ഭരണി. ശരിയാ, മോഷ്ടിച്ചു. തക്സായും ഉപ്പുമാങ്ങ ഭരണിയും മോഷ്ടിച്ചു. അച്ഛൻ എന്താ പറഞ്ഞത്? മോഷ്ടിച്ചെന്നോ? ദൈവദോഷം പറയരുത് അച്ചോ. എടോ ചാക്കോച്ചോ, മോഷ്ടിച്ചു എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് അത് പറയുന്നവർക്ക് പോലും അറിയില്ല. എന്ത് കാര്യങ്ങൾ? നമ്മുടെ തിരുമേനിയുടെ മുറിയിലിരിക്കുന്ന ആ വലിയ പുസ്തകശേഖരം താൻ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആകാശത്തിന് കീഴിലുള്ള എല്ലാ വിഷയങ്ങളിലുമുള്ള പുസ്തകങ്ങൾ ആ ശേഖരത്തിലുണ്ട്. സഭാപിതാക്കന്മാരുടെ 256 അന്നാഫറുകളും ആശ്രമശ്രേഷ്ഠന്മാരുടെ എല്ലാ പിങ്കീസാകളും ആ പുസ്തകശേഖരത്തിലുണ്ട്. ആ പറഞ്ഞതും മോഷണവുമായി എന്താ ബന്ധം? പൗരസ്ത്യ ആരാധനക്രമത്തിലും അഗാധ പാണ്ഡിത്യമുള്ള തിരുമേനിക്ക് 1 അല്ല 9 തക്സ രചിക്കാൻ കഴിവുള്ളപ്പോൾ ഒരു തക്സ മുണ്ടമലയിൽ നിന്ന് മോഷ്ടിക്കേണ്ട കാര്യമുണ്ടോ ചാക്കോച്ച? പിന്നെ തക്സ മോഷ്ടിച്ചെന്ന് അവർ പറയുന്നതോ? അതിന് മറ്റൊരർത്ഥമാണുള്ളത്, വ്യംഗ്യാർത്ഥം. എന്ന് വെച്ചാൽ? എടോ, ഈ തക്സ എന്നാൽ എന്താ? വിശുദ്ധ കുർബാന ചൊല്ലാൻ വൈദികൻ ഉപയോഗിക്കുന്ന പുസ്തകം. വിശുദ്ധ കുർബാന നമ്മുടെ ആരാധനക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവല്ലേ? അപ്പോ തക്സ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ
ആരാധനക്രമം മുഴുവൻ മോഷ്ടിച്ചു എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടോ, മുണ്ടമ്മലയിൽ നിന്നിറങ്ങി കത്തോലിക്ക സഭയിലേക്ക് പോരുമ്പോൾ അന്നുവരെ ഉപയോഗിച്ചിരുന്ന അതേ ആരാധനക്രമം അപ്പാടെ അദ്ദേഹം കൊണ്ടുപോരുന്നില്ലേ? അത് ഒരു തരത്തിലുള്ള മോഷണമല്ലേ? ഇപ്പൊ പിടികിട്ടി. അപ്പോ അപാര ബുദ്ധി തന്നെ. ഇനി ഈ ഉപ്പുമാങ്ങ ഭരണിയോ? ഉപ്പുമാങ്ങ ഭരണി എന്താണെന്ന് തനിക്കറിയാം? അറിയാം. പഞ്ഞക്കർക്കിടക മാസത്തിൽ കറി വെച്ച് കഴിക്കാൻ മാങ്ങ ഉപ്പുനീലിട്ട് സൂക്ഷിക്കുന്ന ഭരണി. അതായത് ദാരിദ്ര്യത്തിന്റെ പ്രതീകമാണ് ഈ ഭരണി. മുണ്ടന്മലയിൽ അദ്ദേഹവും ആശ്രമസ്ഥരും അഭ്യസിച്ചിരുന്ന ദാരിദ്ര്യാരൂപി അവിടുന്ന് പോരുമ്പോൾ കൂടെ കൊണ്ടുപോരുന്നു എന്നർത്ഥം. അപ്പോ അതും ഒരു തരത്തിലുള്ള മോഷണമല്ലേ? അമ്പോ, ഇതൊരപാര മോഷണം തന്നെ. അപ്പോ നമ്മുടെ ഈ തിരുമേനി ചില്ലറ കള്ളനൊന്നുമല്ല, പെരും കള്ളൻ. ഏത് പെരുങ്കള്ളന്റെ കാര്യമാ ചാക്കോച്ചൻ പറയുന്നത്? അല്ല തിരുമേനി, ഞാൻ ഈ നാട്ടിലൊക്കെ കള്ളന്മാരുടെ ശല്യം കൂടി വരുന്നു എന്ന് പറയുകയായിരുന്നേ. ഈ കള്ളന്മാരെ പറ്റി ചാക്കോച്ചനെപ്പോഴും നല്ല അഭിപ്രായമാ. മാർപ്പാപ്പായെ നേരിട്ട് കാണാൻ തിരുമേനി റോമിലേക്ക് പോകുന്നുവെന്ന് നാട് മുഴുവൻ വാർത്തയായിരിക്കുന്നു. എതിർപക്ഷക്കാരുടെ അസൂയ അവരുടെ ഉറക്കം കെടുത്തുന്നു. കത്തോലിക്ക സഭയുടെ പരമോന്നത അധ്യക്ഷനായ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ വാണരുളുന്ന ആ പുണ്യപുരുഷന്റെ അനുഗ്രഹം നേരിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനു മുൻപ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പത്തനംതിട്ട പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് വടശ്ശേരിക്കര, മൈലപ്ര, റാന്നി പ്രദേശങ്ങളിൽ ധാരാളം കുടുംബങ്ങൾ കത്തോലിക്ക സഭയിലേക്ക് വരാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ശരിയാണ്. പക്ഷേ സത്യത്തിനും സമാധാനത്തിനും ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ഓലഷെഡെങ്കിലും വേണ്ടേ? അത് വയ്ക്കാനുള്ള സ്ഥലം വേണ്ടേ? അതിനൊക്കെ പണം എവിടെ നിന്നുണ്ടാകും? മാതൃസഭയിലേക്കുള്ള ആവേശജനകമായ അവരുടെ തിരിച്ചുവരവിൽ ഏത് പ്രതിസന്ധികളെ നേരിടാൻ അവർ തയ്യാറാണ്. അവരുടെ ഈ ആവേശമാണ് എനിക്ക് ധൈര്യവും പ്രതീക്ഷയും നൽകുന്നത്. മൈലപ്രായിൽ കാനായിൽ മാത്തച്ഛൻ 1/2 ഏക്കർ സ്ഥലവും ഒരു താൽക്കാലിക ഓലഷെഡും തരപ്പെടുത്തിയിട്ടുണ്ട്. വടശ്ശേരിക്കരയിൽ മേടയിൽ തോമാശൻ 25 സെന്റ് സ്ഥലവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നാട്ടുകാരുടെ ശ്രമദാനം കൊണ്ട് ഒരു താൽക്കാലിക പള്ളി പണിയുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളിൽ നമ്മളൊക്കെ അവിടുത്തെ കരങ്ങളിൽ വെറും ഉപകരണങ്ങളാണ് ചാക്കോച്ച. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. അല്ല, അവൻ ആരോടാ ഈ കളിച്ചത്? അവൻ ഇത് തന്നെ കിട്ടണം. കുഞ്ഞേട്ടൻ ആരുടെ കാര്യമായി പറയുന്നത്? ആ ശവപ്പെട്ടി പ്രദക്ഷിണത്തിന്റെ നേതാവ് കുന്നേൽ മത്തായില്ലേ, അവൻ എന്ത് പറ്റി? ദാ ആ വാലാകർ സ്കൂളിന്റെ കിഴക്കുവശത്ത് കിടക്കുന്നു, ചത്തു മലച്ച്. ആരോ മലപ്പുറം കത്തിക്ക് താങ്ങിയതാ. കുടലും പണ്ടമെല്ലാം പുറത്ത് കിടപ്പുണ്ട്. അല്ല, അവന്റെ നാശം ഇങ്ങനെ തന്നെ ആകണം. നിർത്തൂ തന്റെ ശാപവാക്കുകൾ. മരിച്ചവന് പരിഹസിക്കരുത് ചാണ്ടിക്കുഞ്ഞെ. ആ പാപം കുടുംബത്തിന്റെ സ്ഥിതി താൻ അറിയുന്നുണ്ടോ? അപ്പനില്ലാത്ത ഒരു കുഞ്ഞിന്റെ ദുഃഖം, ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു വിധവയുടെ വേദന തനിക്കറിയില്ലടോ. ഓർക്കണം, അങ്ങേരൊരു പാവമാ. ആരുമില്ല ഇവിടെ. എന്താ കാര്യം? കുറ്റപത്രം അങ്ങോട്ട് വായിച്ച് കേൾപ്പിക്കും സാറേ. എന്നിട്ട് അകത്തിരിക്കുന്ന ആ തിരുമേനിയെ വിലങ്ങ് വെച്ച് കൊണ്ടുവാ. പണിക്കര് വീട്ടിൽ പി.ടി. ഗിവർഗീസ് എന്ന മാറിവാനി. നിർത്ത്. തിരുമേനിയാണ് നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശമെങ്കിൽ അദ്ദേഹം ഇവിടെ ഇല്ല. പച്ചക്കള്ളമാ സാറേ, ഒളിച്ചിരിക്കുക. സാർ അകത്തി എന്ന് പിടിച്ചിറക്കി കൊണ്ടുവാ. നടക്കങ്ങോട്ട്.
പ്രധാന പ്രതിയെ കിട്ടിയില്ല. കിട്ടിയത് ഇവനെയാ. സാർ ശരിക്കും ഇവനെ ഒന്ന് പെരുമാറിക്കേ. തിരുമേനി എവിടെയുണ്ടെന്ന് ഇവൻ താത്ത പറയുന്ന പോലെ പറയും. ഇത് മാറിയിക്കടാ. നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കുന്നത്? സംശയാസ്പദമായ സാഹചര്യത്തിൽ മാരകായുധവുമായി ഇവനെ പിടികൂടി. ഞാനൊന്നും ചെയ്തില്ല സാറേ. അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ടിരുന്ന എന്നെ. എന്തു സാഹചര്യം? എന്തു മാരകായുധം? നിങ്ങൾ തിരുമേനിയെ വിലങ്ങ് വെക്കാൻ വന്നതല്ലേ? എന്നിട്ടിപ്പോൾ എന്തു പറ്റി? കിട്ടിയില്ല അല്ലേ? സാർ ഒരു കാര്യം ചെയ്യും, തിരുമേനിയെ പിടികിട്ടാ പുള്ളിയായിട്ടങ്ങ് പ്രഖ്യാപിക്കും. എന്താ പരിഹസിക്കുക? അല്ല, സ്തുതിഗീതം പാടുകയാ. എടോ, വിലങ്ങ് വെക്കാൻ വന്ന നിങ്ങളുടെ കൈകളിൽ വിലങ്ങ് വീഴ്ത്താനുള്ള വകുപ്പ് എന്റെ കയ്യിലുണ്ട്. അല്ല, വാദി പ്രതിയാ. ഇത് കൊള്ളാമല്ലോ. അതേടോ, IPC 446 പ്രകാരം നിയമാനുസൃതമല്ലാത്ത കടന്നുകയറ്റം, 216 പ്രകാരം നിരപരാധിയെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കൽ. തീർന്നില്ല, മേൽപ്പറഞ്ഞ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പേരുകേട്ട ഒരു ഗുണ്ടയെ കൂട്ടുപിടിച്ചത് മറ്റൊരു കുറ്റം. പോരെ, അഴിക്കുള്ളിൽ കിടന്നുണ്ട തിന്നാൻ ഇത്രയും പോരെ? നിയമം പറഞ്ഞ് നമ്മെ ശിക്ഷിക്കാൻ ഇയാൾ ആരാ? ഞാൻ ആരാണെന്ന് തനിക്കറിയണം അല്ലേ? എടോ, വാറ്റുചാരായം ഉണ്ടാക്കിക്കൊടുത്ത് പാവപ്പെട്ടവന്റെ ജീവൻ പണയം വെച്ച് പണക്കാരനായ താൻ, സഭാസ്നേഹത്തിന്റെ പേരിൽ ദ്രോഹം ചെയ്യുന്ന പകൽമാന്യനായ താൻ, പ്രമാണി ചമഞ്ഞ് സഭയെയും സമുദായത്തെയും ചൂഷണം ചെയ്യുന്ന താൻ, അധികാര കസേരയിലിരുന്ന് അധികാര ദുർവിനിയോഗം ചെയ്യുന്ന താൻ, ഞാൻ ആരാണെന്നറിയുന്നത് നല്ലതാ. സാറേ, ഇയാൾ കഷ്ടപ്പെട്ട് പഠിച്ച് നിയമബിരുദം നേടി കഴിയും വിധം ജനസേവ ചെയ്യുന്ന ഒരു വക്കീൽ, ഇലഞ്ഞിക്കൽ ജോൺ വക്കീൽ. കേട്ടിട്ടുണ്ടോ താൻ? സാറേ ക്ഷമിക്കണം, ആളറിയാതെ. വാ സാറേ, നമുക്ക് വാ. അവര് പോയി പാപ്പി. ഇനി പാപ്പി ശ്വാസം വിടും. വക്കീൽ സാർ ഇപ്പോൾ വന്നത് നന്നായി. ഞാൻ കവലയിൽ വന്നപ്പോൾ അറിഞ്ഞു പോലീസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. അല്ല സാറേ, പോലീസ് എന്തിനാ തിരുമേനി അങ്ങൊന്നിനെ വിലങ്ങ് വെക്കാൻ വന്നത്? അതൊരു പഴയ കേസാ. തിരുമേനി പണ്ട് കോട്ടയം പഴയ സെമിനാരി ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ആയിരുന്നപ്പോൾ സ്കൂൾ ആവശ്യത്തിനായി പുളിക്കീഴ് തോമാച്ചന്റെ കയ്യിൽ നിന്ന് 5000 രൂപ കടമെടുത്തിരുന്നു. പറഞ്ഞ സമയത്ത് കൊടുക്കാത്തതുകൊണ്ട് അയാൾ കേസ് കൊടുത്തു. പുനരൈക്യത്തിന് ശേഷം മുണ്ടമലയിലെ വസ്തുവകൾ തിരിച്ചെടുക്കാൻ ശ്രമിച്ചുവെന്ന കള്ളക്കേസുമുണ്ട്. ഈ കേസും അറസ്റ്റും തിരുമേനിയുടെ വിദേശയാത്ര മുടക്കാൻ വേണ്ടി തന്നെയാ. ആട്ടെ, ഞാൻ നാളെ ഇങ്ങോട്ട് വരാം. സമയമധികമായി, അത്താഴം കഴിക്കണ്ടേ? വേണ്ട, മനസ്സിനാകെ ഒരു അസ്വസ്ഥത. എന്താണ് അങ്ങേ ഇത്രയും അധികം അലട്ടുന്നത്? തീയത്തു കുരുത്തത് വെയിലത്ത് വാടുകയോ? വാനോളം വളർന്നു നിൽക്കുന്ന വടവൃക്ഷത്തിന്റെ അടിവേരുകൾ ഇളകുകയോ? ഏതോ അനിഷ്ട സംഭവങ്ങൾ നടക്കും പോലെ ഒരു തോന്നൽ. ധൈര്യമെല്ലാം ചോർന്നു പോകുന്നു. ഉടുക്കിന്റെ ശബ്ദം വെടിക്കെട്ടുകാരനെ പേടിപ്പെടുത്തുമോ? പുറമറ്റത്തെ പ്രശ്നങ്ങൾ എന്തായി? അതത്ര പെട്ടെന്ന് ഒതുങ്ങിത്തീരുമെന്ന് തോന്നുന്നില്ല. അതെന്താ? വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ സഭകൾ തമ്മിലായി മാറിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ യാക്കോബ സഭാംഗമായ കുന്നേൽ മത്തായി കുത്തേറ്റ് മരിച്ചതിന്റെ പിന്നിൽ പുറമുറ്റത്തെ നമ്മുടെ ചില ആളുകളുടെ പ്രേരണയുണ്ടെന്നാണ് പറച്ചില്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അല്പം പോലുമില്ല. പിന്നെ പുറമുറ്റം പ്രദേശങ്ങളിൽ ചില കുടുംബക്കാർ കത്തോലിക്കാ സഭയിലേക്ക് വന്ന് ഓലകൊണ്ടാണെങ്കിലും ആരാധനാലയം അവർക്കായി ഉണ്ടാക്കി. എതിർപക്ഷക്കാർ അത് പൊളിച്ചു കളഞ്ഞത് അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെ വരെ ഒന്ന് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഈ അവസരത്തിൽ തിരുമേനി അവിടെ പോകുന്നത് നന്നല്ല. അവിടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാലോ? എന്താ ഇത്? എന്താണ് പുറമുറ്റത്ത് സംഭവിച്ചത്? അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇതിന് ഞങ്ങൾ പകരം ചോദിക്കും. എന്താണ് ഉണ്ടായത്? ഞങ്ങൾ അധ്വാനിച്ച് കെട്ടിയുണ്ടാക്കിയ പള്ളി അവർ പൊളിച്ചെറിഞ്ഞു.
ഞങ്ങൾ പൊറുക്കില്ല. ഞങ്ങൾ ജീവൻ തുല്യ സ്നേഹിക്കുന്ന സഭയാണ് അവർ നിർത്തത്. ഇത് ഞങ്ങൾക്ക് പൊറുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായ ആരാധനാലയമാണ് അവർ നശിപ്പിച്ചത്. ഇതിനെ ഞങ്ങൾ പ്രതികാരം ചെയ്യും. തിരുമേനി ഒരു വാക്കനുവാദം തന്നാ മതി, ബാക്കി ഞങ്ങൾ ചെയ്തുകൊള്ളാം. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞങ്ങളുടെ പള്ളി പൊളിച്ചവന്റെ പള്ളി ഞങ്ങൾ കത്തിക്കും. നമ്മുടെ ആരാധന സ്ഥലത്ത് കയറി അത് അശുദ്ധമാക്കിയവന്റെ കാല് ഞങ്ങൾ തല്ലി ഓടിക്കും. പള്ളി പൊളിച്ചു കളഞ്ഞവന്റെ കൈ ഞങ്ങൾ വെട്ടിയെടുക്കും. നമ്മെ അപമാനിച്ചവന്റെ തല ഞങ്ങൾ എടുക്കും. അല്ല, തിരുമേനിയൊന്നും പറഞ്ഞില്ല. പ്രതിയോഗിയോട് പ്രതികാരം ചെയ്യാൻ ഞാൻ കൂട്ടുനിൽക്കില്ല, അനുവദിക്കുകയുമില്ല. വേണ്ട, കൂട്ടുനിൽക്കണ്ട, അനുവാദവും വേണ്ട. പക്ഷേ ശത്രുസംഹാരം ഞങ്ങളുടെ ധർമ്മമാണെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസം പ്രാവർത്തികമാക്കാനാണ് ഞങ്ങൾ പോകുന്നത്. നിങ്ങൾ വരി. നിൽക്കവിടെ. ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുക്കാനാണ് നിങ്ങളുടെ പുറപ്പാട്. അധികാരത്തിനായി ഞങ്ങളുടെ സ്ഥിരകളിലെ രക്തം തിളയ്ക്കുന്നു. അത് നിവർത്തിച്ചല്ലാതെ ഞങ്ങൾക്കിനി ഉറക്കമില്ല. പക്ഷേ നിങ്ങൾ അതിനു മുമ്പ് മറ്റൊരു കാര്യം ചെയ്യണം. അങ്ങ് പറയുന്നത് എന്തും ഞങ്ങൾ ചെയ്യും. എങ്കിൽ എതിർപക്ഷത്തിന്റെ പള്ളി ചുട്ടുകരിക്കും മുമ്പ് ചുട്ടരിക്കന്റെ ഈ കൂര അത് കത്തിച്ചാമ്പലാകുന്നത് ഞാൻ കാണട്ടെ. നിങ്ങൾ ദ്രോഹിച്ചവന്റെ കൈകൾ വെട്ടിയെടുക്കും മുൻപ് വെട്ടിയെറിയ എന്റെ ഈ കൈകൾ നിങ്ങളുടെ പള്ളി കയറി ആക്രമിച്ചെന്റെ കാലുകൾ തല്ലിയൊടിക്കും മുൻപ് തല്ലി തകർക്ക് എന്റെ ഈ കാലുകൾ നിങ്ങളെ നിന്ദിച്ചവന്റെ തലയെടുക്കും മുൻപ് വെട്ടിയെടുക്ക എന്റെ ശിരസ്. എന്റെ നാഥ, എന്റെ ദൈവമേ, പൊന്നു തിരുമേനി, ഞങ്ങൾ പഠിപ്പും പോരോ ഇല്ലാത്തവന്മാരാ. അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ. ഞങ്ങളോട് ക്ഷമിക്കണം. ക്ഷമിക്കണം തിരുമേനി, ക്ഷമിക്കണം. ഞങ്ങളോട് ക്ഷമിക്കണം തിരുമേനി. എഴുന്നേൽക്ക് മക്കളെ, എഴുന്നേൽക്ക്. സഭാസ്നേഹമാണ് നിങ്ങളെ പ്രതികാരദാഹികളാക്കിയത് എന്ന് എനിക്കറിയാം. ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനുമല്ലേ കുരിശിൽ കിടന്നുകൊണ്ട് പോലും നമ്മുടെ ഗുരുനാഥൻ നമ്മെ പഠിപ്പിച്ചത്. ഇന്ന് നമുക്കൊരു പള്ളി നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനത്ത് 1000 പള്ളികൾ ഉയർന്നു വരും. കണ്ണുനീരിൽ നാം ഇന്ന് വിതയ്ക്കുന്നത് സന്തോഷത്തോടെ കൊയ്തെടുക്കുന്ന ഒരു പുതിയ തലമുറ നമുക്കുണ്ടാകും. ആളുമർത്ഥവുമില്ലാതെ നാം ഇന്ന് വേദനിക്കുമ്പോൾ അതിന്റെ സമൃദ്ധിയിൽ ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന ഒരു പുതിയ തലമുറ നമുക്കുണ്ടാകും. അന്ന് അവരുടെ മനസ്സിൽ നമ്മളൊക്കെ കാണും. നമുക്കത് മതി മക്കളെ, അത് മതി.
ഹരി